ആർക്കു മുമ്പിലും തലകുനിക്കാത്ത, ആരെയും കൂസാക്കാത്ത, ആണുങ്ങളെക്കാൾ ധൈര്യമുള്ള ഒരു നടി ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ. അവരുടെ പേര് ഖദീജ. ഒരു കാലത്ത് കോടമ്പാക്കം ഭരിച്ചിരുന്നത് ഖദീജയായിരുന്നു. മദ്രാസിലെ പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഖദീജയായിരുന്നു. ആരെയും കൂസാത്ത പ്രകൃതം, പുകവലി ദൗർബല്യം, മദ്യപാനം ദൗർബല്യം. ഖദീജയെ പറ്റി കഥകൾ ഒരുപാടുണ്ട് പഴമക്കാർക്ക് പറയാൻ. മധു വൈപ്പന നാനയുടെ റിപ്പോർട്ടറായി എത്തുമ്പോൾ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. അന്ന് ഖദീജയും സുധീറും ഒരുമിച്ച് താമസിക്കുന്ന, എന്നുവെച്ചാൽ ലിവിങ് ടുഗദർ ബന്ധമായിരുന്നു. സിനിമാ നടനാകാൻ ആഗ്രഹിച്ച് മദ്രാസിലെത്തിയ സുധീറിനെ ഖദീജ ഒരുപാട് സഹായിച്ചു. സുധീർ വലിയൊരു കുടുംബത്തിലെ അംഗമാണ്. പക്ഷേ സിനിമയിൽ അഭിനയിക്കണമെന്നും സംവിധായകനാകണമെന്നും ഒക്കെ ആഗ്രഹിച്ചാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം നടനായി തിളങ്ങി വരവേ ഖദീജയുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി. ഖദീജയും സുധീറും തമ്മിൽ പ്രണയത്തിലായി. അവർ ഒരുമിച്ച് താമസിച്ചു. ഖദീജയേക്കാൾ 12 വയസ്സിന് ഇളയതായിരുന്നു നടൻ സുധീർ. ഖദീജ സുധീർ എത്തുമ്പോൾ മദ്രാസ് അല്ലെങ്കിൽ കോടമ്പാക്കം അടക്കി ഭരിക്കുന്ന ഒരു നടിയായി മാറിയിരുന്നു. തൻ്റെടമുള്ള നടി. അവർ ആദ്യമായി സിനിമയിലെത്തുന്നത് 1967 പുറത്തിറങ്ങിയ പാവപ്പെട്ടവൾ എന്ന ചിത്രത്തിലൂടെയാണ്. പിന്നീട് ചിത്രമേളയിൽ അഭിനയിച്ചു. അവരുടെ കരിയറിൽ ബ്രേക്കായ ചിത്രം ബിരുദൻ ശംഖുവാണ്. ബിരുദൻ ശംഖുവിനൊരു പ്രത്യേകതയുണ്ട്. പി വേണു സംവിധാനം ചെയ്ത ബിരുദൻ ശംഖുവിൻ്റെ പ്രത്യേകത മലയാളത്തിലെ ആദ്യത്തെ ഹാസ്യ ചിത്രമായിരുന്നു അത്. മുഴുനീള ഹാസ്യ ചിത്രമായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് മിക്ക സിനിമകളിലും ഖദീജയ്ക്ക് റോളുണ്ടായിരുന്നു. പുന്നപ്ര വയലാർ എന്ന ചിത്രത്തിലെ മരിയ ഖദീജയുടെ നല്ല കഥാപാത്രമാണ്. മനസ്സിനി, പൂജാപുഷ്പം, വിലക്കപ്പെട്ട ബന്ധങ്ങൾ, കണ്ണൂർ ഡീലക്സ്, കാട്ടുകുരങ്ങ്, വെള്ളിയാഴ്ച തുടങ്ങി 100-ലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. പ്രേംനസീറും സത്യനുമായൊക്കെ നല്ല ബന്ധം പുലർത്തി ഖദീജ പിന്നീടാണ് സുധീറിനെ കണ്ടുമുട്ടുന്നത്. സുധീർ അപ്പോൾ അവസരം തേടി നടക്കുകയാണ്. വലിയൊരു സമ്പന്ന കുടുംബത്തിലാണ്, കൊടുങ്ങല്ലൂരിലെ വലിയൊരു സമ്പന്ന കുടുംബത്തിലാണ് സുധീർ ജനിച്ചത്. പക്ഷേ സുധീറിൻ്റെ താല്പര്യം സിനിമയായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി ചാൻസ് തേടി മദ്രാസിലെത്തിയ സുധീറിനെ കൈയയച്ച് സഹായിച്ചത് ഖദീജയാണ്. ഖദീജയുടെ വീട്ടിലായിരുന്നു സുധീറിൻ്റെ താമസം ആദ്യകാലത്ത്. പിന്നീട് സുധീറിന് ഒരുപാട് അവസരങ്ങൾ ഖദീജ ഒരുക്കി കൊടുത്തു. ബാബു നന്ദബോർഡ് സംവിധാനം ചെയ്ത സത്യത്തിൻ്റെ നിഴലിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച സംസ്ഥാന നടനുള്ള അവാർഡും സുധീർ കരസ്ഥമാക്കി. സുധീർ അക്കാലത്ത് ഒരു റൊമാൻറ്റിക് ഹീറോയായിരുന്നു. നല്ല ചുരുണ്ട മുടി, നന്നായി നൃത്തം ചെയ്യാൻ അറിയാം. അങ്ങനെയൊക്കെ പെട്ടെന്ന് സുധീർ അങ്ങ് സൂപ്പർ സ്റ്റാറായി മാറി. സുധീർ സൂപ്പർ സ്റ്റാറായി മാറിയപ്പോൾ സുധീറുമായുള്ള ബന്ധം ഖദീജ അവസാനിച്ചു. അതേക്കുറിച്ച് എന്നോട് പ്രശസ്ത പത്രപ്രവർത്തകനായ മധുവൈപ്പന പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രേംനസീറിന് ബദലായി സുധീറും വിൻസെന്റും കുതിച്ചുയരുന്ന കാലം. പ്രേംനസീറിന് ബദലാകാൻ സുധീറിന് കഴിയുമെന്ന് മധുവൈപ്പനയ്ക്ക് തോന്നി. സുധീറിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം സുധീറിന്റെ ഇന്റർവ്യൂ എടുക്കാൻ സുധീറും ഖദീജയും താമസിക്കുന്ന വീട്ടിലെത്തി. സുധീർ അകത്തെ മുറിയിലായിരുന്നു. മധുവൈപ്പനയുടെ മുമ്പിൽ വെച്ച് കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഖദീജ സിഗരറ്റ് വിളിച്ചു. മാത്രമല്ല, എന്തൊക്കെ ചോദ്യങ്ങളാകണം സുധീറിനോട് ചോദിക്കേണ്ടതെന്ന് ഖദീജ ഒരു ചോദ്യാവലി നൽകി. തൻ്റെടിയായ മധുവൈപ്പന ആ ചോദ്യാവലി സ്വീകരിച്ചില്ല. നിങ്ങളെയല്ല ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത്, സുധീറിനെയാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഖദീജ സുധീറിനെ വിളിച്ചു. ആ അഭിമുഖം കഴിഞ്ഞതോടെ സുധീറും ഖദീജയും മധുവൈപ്പനയും തമ്മിൽ നല്ല ബന്ധത്തിലായി. ഖദീജയുടെ മറ്റൊരു മുഖം, അതൊരു വല്ലാത്തൊരു മുഖമാണ്. അതാണ് മധുവൈപ്പന എന്നോട് പറഞ്ഞത്. സുധീർ അങ്ങ് തിരക്കിലായി. സുധീറിനെ തേടി നിരവധി ചിത്രങ്ങൾ. നസീറിൻ്റെ സിനിമകളിലൊക്കെ ഉപനായകനായി സുധീർ എത്തി. ചില സിനിമകളിൽ പ്രതിനായകനായി സുധീർ എത്തി. ചെമ്പരത്തി അടക്കമുള്ള സിനിമകളിൽ പ്രതിനായകനായി എത്തി. സുധീർ ഒരു തരംഗമായി മാറുന്ന കാലത്ത് ആ ബന്ധം ഉപേക്ഷിച്ചു ഖദീജ. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്:
എന്നേക്കാൾ ചെറുപ്പമാണ് നിനക്ക്, നിനക്കൊരു ഭാവിയുണ്ട്. എൻ്റെ കൂടെ താമസിച്ച് ആ ഭാവി കളയരുത്. എനിക്ക് ഭർത്താവും മക്കളും ഒക്കെയുണ്ട്. KV മാത്യു ആണ് ഖദീജയുടെ ഭർത്താവ്. ഭർത്താവും മക്കളുമുള്ള താൻ സുധീറിനോടൊപ്പം താമസിച്ചാൽ സുധീറിൻ്റെ കരിയറിനെ അത് ബാധിക്കും എന്ന് ഖദീജയ്ക്ക് അറിയാമായിരുന്നു. കാരണം അക്കാലത്ത് യുവതികളുടെ ഒരു ഹരമാണ് സുധീർ, യുവാക്കളുടെയും ഹരമാണ് സുധീർ. പ്രൈം മിനിസ്റ്ററും മധുവും കഴിഞ്ഞാൽ വിൻസെന്റ് സുധീറുമായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നടന്മാർ. അതിനുശേഷമാണ് സുകുമാരൻ സോമൻ യുഗം മലയാള സിനിമയിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഖദീജ സുധീറിനെ ഉപദേശിച്ച് ആ ബന്ധം വേർപെടുത്തി. ഖദീജയും സുധീറുമായുള്ള പ്രണയകഥ പണ്ടത്തെ പത്രപ്രവർത്തകർക്ക് അറിയാം. മധുവൈപ്പന മരിച്ചുപോയി. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മറ്റൊരു പത്രപ്രവർത്തകനുണ്ട്, പല്ലിശ്ശേരി, സിനിമാ പത്രപ്രവർത്തകൻ, നാനയുടെ മറ്റൊരു ലേഖകൻ. അവർക്കൊക്കെ ഈ കഥ അറിയാം. സുധീറിനെ വേർപെട്ട ശേഷം, സുധീറുമായി വേർപിരിഞ്ഞ ശേഷം ഖദീജയ്ക്ക് പിന്നീട് അവസരങ്ങൾ കുറഞ്ഞു വരുന്ന കാഴ്ച കണ്ടു. എങ്കിലും ഒരു കാലത്തെ സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളിലെങ്കിലും അവർ ഉണ്ടായിരുന്നു. ഖദീജ ആരെയും വകവച്ചിരുന്നില്ല. ഒരിക്കൽ ജയഭാരതി ഖദീജയോട് ദേഷ്യപ്പെട്ടു. ജയഭാരതിയുടെ ഈഗോ കാരണമാണ് ഖദീജയോട് ദേഷ്യപ്പെട്ടത്. ജയഭാരതി എന്ന സൂപ്പർ നടിയാണ്, തിളങ്ങി നിൽക്കുന്ന നടി, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ. ഒറ്റയടി ഖദീജ ജയഭാരതിയുടെ ചെകിടത്തടിച്ചു. അത് വലിയ സംസാര വിഷയമായി മാറി. പിന്നീട് KP ഉമ്മറാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തി ഒരു അനുരഞ്ജന ചർച്ച നടത്തിയത്. ജയഭാരതിയെ പോലും വകവയ്ക്കാത്ത, ഒന്ന് ആലോചിച്ച് നോക്കണം, അക്കാലത്ത് സൂപ്പർ നടിയുടെ കരണത്തടിച്ച വ്യക്തിയാണ് ഖദീജ. ഖദീജ സുധീറിനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു. ആ ആത്മാർത്ഥമായ സ്നേഹമാണ് ഈ സുധീറുമായുള്ള ബന്ധം കളയുവാനും ഖദീജയെ പ്രേരിപ്പിച്ചത്. വേണമെങ്കിൽ സുധീറുമൊത്ത് ഖദീജയ്ക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ താനുമായുള്ള ബന്ധം സുധീറിന്റെ ഭാവി തകർക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഖദീജയെ പുതിയ തലമുറ അറിയുന്നത് തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ഒരു ചെറുവേഷം അവർ ചെയ്തിരുന്നു. ആ ചിത്രത്തിൽ ഒരു ആദിവാസി സ്ത്രീയായിട്ടായിരുന്നു അവർ അഭിനയിച്ചത്. മോഹൻലാലുമൊത്തുള്ള കോമ്പിനേഷൻ രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ ഹിറ്റായി മാറി. അപ്പോഴേക്കും ഖദീജയെ മലയാള സിനിമ മറന്നു തുടങ്ങിയിരുന്നു. ഖദീജയുടെ ഒരു രണ്ടാം വരവാണ് തേന്മാവിൻ കൊമ്പത്തിൽ കണ്ടത്. പിന്നീട് ശിബിരം അടക്കമുള്ള 2-3 ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. ശിബിരത്തിൽ ഒരു ഹോസ്റ്റൽ വാർഡന്റെ വേഷമാണ് അവർ ചെയ്തത്. പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കലയുടെ ലോകത്തെത്തിയ ഖദീജ ഒരുപാട് ഫൈറ്റ് ചെയ്തു ജീവിതത്തിൽ. പ്രതിസന്ധികളിലൂടെയാണ് ഖദീജയുടെ ജീവിതം കടന്നുപോയത്. പെരുമ്പാവൂരാണ് അവർ ജനിച്ചത്. കലാമണ്ഡലത്തിൽ നൃത്താഭ്യാസം നടത്തി. അന്നൊരു മുസ്ലിം പെൺകുട്ടി കലാമണ്ഡലത്തിൽ നൃത്തം പഠിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വാർത്തയായിരുന്നു. അതൊക്കെ അവർ തരണം ചെയ്തു. അത്ര അതിജീവിച്ചാണ് അവർ സിനിമയിൽ എത്തിയത്. പക്ഷേ ആർക്കു മുമ്പിലും അവർ തലകുനിച്ചില്ല, ആർക്കു മുമ്പിലും അവർ കൈനീട്ടില്ല. അവരുടെ അഭിമാനം അതിന് സമ്മതിച്ചതുമില്ല. അവരുടെ മക്കൾ വിന്നിയും ലീലയും സോണിയും ടെസ്സിയും സോഫിയും സ്റ്റെൻസിയുമാണ്. ഒരുപാട് മക്കളെ വളർത്തുവാൻ അവർക്കുള്ള ഏക ഉപജീവന മാർഗം സിനിമയായിരുന്നു. പക്ഷേ സിനിമയിൽ നിന്ന് അവർ ഒന്നും ഉണ്ടാക്കിയില്ല. അവരെ കാലം മറന്നുപോയി. പ്രൈം മിനിസ്റ്ററും സത്യനും മധുവുമൊക്കെ ഉള്ള കാലത്ത്, KP ഉമ്മറൊക്കെ ഉള്ള കാലത്ത് ഖദീജയ്ക്കായി അവരുടെ സിനിമകളിൽ ഒരു വേഷം നീക്കിവെക്കുമായിരുന്നു. അത്ര സൗഹൃദമായിരുന്നു അന്നത്തെ സൂപ്പർ താരങ്ങളും ഖദീജയും തമ്മിൽ. അതാണ് അന്ന് അവർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചത്. പക്ഷേ അവരുടെ ഒരു പെരുമാറ്റം ആർക്കും തലകുനിക്കാത്ത, ഈ നായക നടിമാരുടെ ഒന്നും ജാടയ്ക്ക് മുമ്പിൽ തലകുനിക്കാത്തൊരു സ്ത്രീയായിരുന്നു അവർ. മലയാള സിനിമയുടെ പ്രാരംഭ ദശയിലാണ്, അല്ലെങ്കിൽ മലയാള കമഴ്ത്തൽ സിനിമയുടെ പ്രാരംഭ ദശയിലാണ് അവർ കടന്നു വന്നത്. അതിൻ്റെ ഒരു അഹങ്കാരം, അതിൻ്റെ ഒരു ഗരിമ അവർക്കുണ്ടായിരുന്നു. അഭിമുഖങ്ങളോട് ഒരിക്കലും അവർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അവരുടെ ജീവിത കഥ എഴുതാൻ പലരും അവരോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവർ
ജീവിതകഥ എഴുതിയില്ല. കാരണം ജീവിതകഥ ആത്മകഥ എഴുതിയാൽ അതിൽ പല അപ്രിയ സത്യങ്ങളും അവർക്ക് തുറന്നു പറയേണ്ടി വരും. ആ അപ്രിയ സത്യങ്ങളിൽ ഒന്ന് സുധീറുമായുള്ള ബന്ധമാണ്. ആ ബന്ധം മറന്നുകൊണ്ട് ഒരു ആത്മകഥ എഴുതാൻ അവർക്ക് സാധിച്ചില്ല. വർഷങ്ങളോളം സുധീറും അവരും തമ്മിൽ ഒരുമിച്ച് താമസിച്ചു. ഇനി സുധീറിന്റെ അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. സുധീർ അതിവേഗം മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായി. ജയൻ തരംഗം വന്നപ്പോഴാണ് സുധീറിന്റെ അടപ്പളകിപ്പോയത്. സുധീർ മാത്രമല്ല, വിൻസെന്റും രവികുമാറും അടക്കമുള്ള നായകന്മാർ, ഒരു കാലത്ത് കടന്നു വന്ന നായകന്മാർ ജയൻ തരംഗത്തിൽ ഒന്നുമല്ലാതായി മാറി. ജയൻ മരിച്ച ശേഷം പുതിയ തലമുറ മലയാള സിനിമയിൽ കടന്നു വന്നു. ശങ്കർ കടന്നു വന്നു, മോഹൻലാൽ കടന്നു വന്നു, രതീഷ് കടന്നു വന്നു, മമ്മൂട്ടി കടന്നു വന്നു, രാജ്കുമാർ കടന്നു വന്നു, രവീന്ദ്രൻ കടന്നു വന്നു. ഇവരെല്ലാം കടന്നു വന്നപ്പോൾ സുധീറിന് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. പിന്നീട് അവസാനം കുറേ മസാല ചിത്രങ്ങൾ, ചിത്രങ്ങളിലൊക്കെ സുധീർ അഭിനയിക്കുന്ന ദയനീയമായ കാഴ്ച കണ്ടു. ജീവിക്കാൻ സുധീർ പാടുപെട്ടു. അവസാന കാലത്ത് സുധീർ പിന്നെ മറ്റൊരു വിവാഹമൊക്കെ കഴിച്ചു. ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. അകാലത്തിൽ തന്നെ സുധീർ അന്തരിക്കുകയും ചെയ്തു. സുധീർ ഒരുപാട് പ്രതീക്ഷയോടെ, ഒന്ന് ആലോചിക്കണം, മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് പിൽക്കാലത്ത് അവസരങ്ങളില്ലാതായി മാറി. അദ്ദേഹത്തിന് അവസരം കൊടുത്തത്, അല്പമെങ്കിലും അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് IV ശശിയാണ്. സുധീറിന്റെ മദ്യപാനവും അരാജക ജീവിതവും ഒക്കെ പിന്നീട് നമ്മൾ കണ്ടു. പറഞ്ഞു വന്നത് ഖദീജയെക്കുറിച്ചാണ്. ഖദീജയെക്കുറിച്ച് പറയുമ്പോൾ സുധീറിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. ഖദീജ അന്തരിച്ചപ്പോൾ വലിയ അനുശോചനങ്ങളൊന്നും ആരും രേഖപ്പെടുത്തിയില്ല. 1917 ജൂലൈ 26 മലയാള കമേഴ്സ്യൽ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായ ഈ നടി അന്തരിച്ചത്. ചെറുകോളം വാർത്തയിൽ പത്രങ്ങൾ അതൊതുക്കി. ഖദീജയുടെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരുന്ന പത്രപ്രവർത്തകരൊക്കെ അപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് നിന്ന് വിടവാങ്ങുകയും ചെയ്തു. മധുവൈപ്പനെയും പല്ലിശ്ശേരിയും ഒക്കെ അപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് നിന്ന് വിടവാങ്ങി. മാത്രമല്ല, ഖദീജയുടെ സ്റ്റോറിക്ക് അപ്പോൾ ഒരു ഡിമാൻഡുമില്ലാതായി മാറി. മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കഷായം ഗ്രീഷ്മയാണ് താരം. 2 ദിവസം കഴിയുമ്പോൾ കഷായം ഗ്രീഷ്മയെ വിട്ട് അടുത്ത സെൻസേഷണൽ ന്യൂസിന് പിന്നാലെ മാധ്യമ പ്രവർത്തകർ പോകും. അതുപോലെ തന്നെയാണ് ഖദീജയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഒരു കാലത്ത് കോടമ്പാക്കത്തെ നിയന്ത്രിച്ചിരുന്നു ഖദീജ. മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നു ഖദീജ. KP ഉമറും പ്രേം നസീറും സത്യനും ഖദീജയും ഒക്കെ ചേർന്ന് അന്നൊരു സിനിമാ സംഘടനയും ഉണ്ടാക്കിയിരുന്നു. മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടന, പരസ്പരമുള്ള ഈഗോ ക്ലാഷുകൾ പറഞ്ഞു തീർക്കാനുള്ള സംഘടന. ഇപ്പോഴത്തെ അമ്മ പോലൊരു സംഘടനയൊന്നുമല്ല അത്. മലയാള ചലച്ചിത്ര പരിഷത്ത് എന്നാണെന്ന് തോന്നുന്നു ആ സംഘടനയുടെ പേര്. അതിൻ്റെ അധ്യക്ഷൻ KP ഉമറായിരുന്നു. ഖദീജ ഇന്നില്ല, സുധീറും ഇന്നില്ല. പക്ഷേ അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാലം, ആ കാലത്തിലൂടെ കടന്നുപോയ പ്രേക്ഷകർക്ക് മുമ്പിൽ അനാവരണം ചെയ്യും. ന്യൂജൻ തലമുറയ്ക്ക് അവരെ പരിചയപ്പെടുത്താൻ കഴിയും. സിനിമാ കേരള പലപ്പോഴും അത്തരം സ്റ്റോറികൾ ചെയ്യുന്നതിന് പിന്നിലെ കാരണവും അതാണ്. പലരും എന്നെ വിമർശിക്കാറുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഒരു കാലത്ത് മലയാള സിനിമയിൽ സംഭവിച്ചിരുന്നു. അത് പറയാൻ ഇന്ന് മധുവൈപനയില്ല. പല്ലിശ്ശേരി ചേട്ടൻ പത്രപ്രവർത്തനം ഇപ്പോൾ നടത്തുന്നത് ഓൺലൈൻ ചാനലിലൂടെയാണ്. അദ്ദേഹവും പഴയ കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, പുതിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹമൊക്കെയാണ് പഴയ കാര്യങ്ങളുടെ എൻസൈക്ലോപീഡിയ. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവുകൾ അക്കാലത്തെ ഞാനടക്കമുള്ള സിനിമാ വാരിക അടക്കമുള്ള പിന്നെ അക്കാലത്തെ ഞാനടക്കമുള്ള സിനിമാ വാരിക എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. കോട്ടയത്ത് നിന്ന് ഇറങ്ങിയിരുന്ന നടരാജൻ സാറായിരുന്നു അതിൻ്റെ എല്ലാം. അതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ, അതൊക്കെ മറിച്ചു നോക്കുമ്പോൾ ഒരു കാലത്തെ പ്രണയവും ഒരു കാലത്തെ രതികളും ഒരു കാലത്തെ ഗോസിപ്പുകളും ഒക്കെ കാണാം.
അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു എന്നേ ഉള്ളൂ. ഖദീജ ശരിക്കും ഒരു നല്ല സ്ത്രീയായിരുന്നു. അതുകൊണ്ടാണ് സുബൈർ താരപരിവേഷത്തിൽ ഉയർന്നു പോയപ്പോൾ നെഞ്ചു പറയുന്ന വേദനയോടെ സുബൈറിനെ അവർ ഉപദേശിച്ച് താനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്.